ഞാൻ ദീപ. ഹായ്, ഞാൻ ദീപ. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ യൂട്യൂബ് സുഹൃത്തുക്കളിൽ 4000 മണിക്കൂർ വാച്ച് ടൈം. 4000 മണിക്കൂറല്ലേ? അതെ, 4000 മണിക്കൂർ വാച്ച് ായിട്ട് ഒരു യൂട്യൂബർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ അവരുടെ ഒരു ചാനലിൽ അവർ ഹായ് ഞാൻ ദീപ. ഹായ് ഞാൻ ദീപ. ഹായ് ഞാൻ ദീപ. അപ്പം ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവയർനെസ് പോലെ ചെയ്യുന്നതാണ്. മണിക്കൂർ വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബേഴ്സ്, 1000 സബ്സ്ക്രൈബേഴ്സും ഹായ് ഞാൻ ദീപ. ഹായ് ഞാൻ ദീപ. അപ്പോൾ ഹായ് ഞാൻ ദീപ. അപ്പോൾ എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റ് നമ്മൾ വെളിയിൽ എവിടെ പോകേണ്ട ആവശ്യമില്ല, വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. ഹായ് ഹായ് ഞാൻ ദീപ. അപ്പൊ എൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റാക്ക് അറിയേണ്ടത് കേക്ക് ബിസിനസ്. ഹായ് ഞാൻ ദീപ. ഹായ് ഞാൻ ദീപ. അപ്പോൾ കഴിഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റിൽ ഞാൻ അപ്പോൾ എംബ്രോയിഡറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൂപ്പ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. കട്ടവേ മുറിച്ചു കളയാം. പിന്നെന്താ പറയുന്നത്, കനം കുറഞ്ഞ തുണിയൊക്കെ ഉണ്ടല്ലോ, എല്ലാം പോയിട്ട് ഹായ് ഞാൻ ദീപ. അപ്പൊ ഇന്ന് ഹായ് ഞാൻ ദീപ. ഹായ് ഞാൻ ദീപ. ഇന്ന് നമ്മൾ ഹായ് ഞാൻ ദീപ. ഹായ് ഞാൻ ദീപ. നമ്മൾ ചുരിദാർ തയ്ച്ചു കഴിഞ്ഞു. ചെയ്യണമെങ്കിൽ ഈ തുണി
അപ്പൊ അതിന് വേണ്ടിയിട്ട് എംബ്രോയിഡറി ചെയ്യാൻ നേരത്ത് ഈ ഒരു എംബ്രോയിഡറി ചെയ്യാൻ നേരത്ത് തുണി വലിഞ്ഞിരിക്കണം. അതായത് വലിഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടല്ല നമ്മൾ ചുരിദാർ തയ്ച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ ചുരിദാർ തയ്ക്കുന്നതിന് മുമ്പാണ് ഡിസൈൻ ചെയ്തിട്ട് 12 ഇഞ്ചിന്റെ ഹുപ്പാണ് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താണ് ഇത് വന്നിട്ട് കഷ്ടിച്ചൊരു 8 ഇഞ്ചിന്റെ ഹുപ്പാണിത്. 8 ഇഞ്ചിന്റെ ഹുപ്പ് ഈ ഒരു ഷെയ്ഡാണ്. ഈ ഒരു ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു അല്ല ഇതാണ്. അപ്പൊ ഇനി ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന നൂലെന്ന് പറയുന്നത് പിന്നെ ഈ വീഡിയോ അല്ലെങ്കിൽ വഴിയെ ഞാൻ വീഡിയോസ് ഇടുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ അതേ പറയട്ടെ, ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനാണ്. ഇതിൽ എംബ്രോയിഡറി മാത്രമേ ചെയ്യാനൊക്കെ തയ്ക്കാനൊക്കത്തില്ല. അപ്പൊ ആദ്യം പറഞ്ഞോട്ടെ, ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് എംബ്രോയിഡറി മെഷീനാണ്. ഇതിൽ എംബ്രോയിഡറി മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കനമൊന്നും ഇല്ലാത്ത മെഷീനാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കനമൊന്നും ഇല്ലാത്ത മെഷീനാണ്. കണ്ടോ, ഇത് ചീപ്പിങ് എടുത്തിട്ട് വരുമോ? യാതൊരു പരിധിയും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മുടെ ഡ്രസ്സില് സാരിയില് എംബ്രോയിഡറി ചെയ്യുന്നതിനപ്പുറം ബെഡ്ഷീറ്റ്, ടേബിൾ കവർ, ഫോട്ടോ ഫ്രെയിം, ബാഗ്സ്, പ്രസന്റേഷൻ ഐറ്റംസ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ, ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള എംബ്രോയിഡറി മാസ്ക് വരെ ഇതിലുണ്ടാക്കിയെടുക്കാം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ട്രൈ ചെയ്യാം. ഇതെല്ലാം നിങ്ങളുടെ ഇമാജിനേഷന് വിടും. നമ്മുടെ ഡ്രസ്സില്, സാരിയില്, നമ്മുടെ ഡ്രസ്സിലും സാരിയിലും ഒക്കെ ബിജു പുറത്തിറങ്ങിയാടി.